വന്നിട്ടുണ്ട്. വെട്ടുകാട് സെയിന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബൂത്തിലേക്ക് നിയോഗിച്ച അംഗനവാടി ജീവനക്കാരെയാണ് പോലീസ് ജോലി ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയത് എന്നുള്ള പരാതി വന്നിട്ടുള്ളത്. ബൂത്തിലേക്ക് എത്തുന്ന ഭിന്നശേഷിക്കാരെ സഹായിക്കാനായി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അംഗനവാടി ജീവനക്കാരെ നിയോഗിച്ചിരുന്നത്. ഇവരെ പക്ഷേ പോലീസ് തടഞ്ഞു. ഈ ഒരു പരാതിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള പരാതികൾ, ഈ രീതിയിൽ പോലീസുമായിട്ടുള്ള വാക്കുതർക്കങ്ങൾ, ഇതൊക്കെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. തിരുവനന്തപുരത്തെ ഈ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലയിലുള്ള ബൂത്തുകളിൽ അംഗനവാടി ജീവനക്കാരെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിന് കളക്ടർ പ്രത്യേക ഉത്തരവടക്കം ഇറക്കിയിരുന്നു. അതിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർ അകത്തേക്ക് വരുമ്പോൾ അവർക്ക് സഹായമൊരുക്കുക എന്നായിരുന്നു അവരുടെ ജോലി. പക്ഷേ പോലീസ് അതിനെ അനുവദിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്ക് തന്നെ ചോദിച്ചറിയാം, എന്താണ് ഉണ്ടായത്? ഞങ്ങൾ രാവിലെ 6:30 ബൂത്തിലെത്തി. 7 മണിക്ക് എത്താനാണ് പറഞ്ഞത്. 6:30 എത്തിയപ്പോഴത്തേക്ക് ആരും ഇല്ലായിരുന്നു. BLM-മാരെ കൂടെ പോയി ഞങ്ങൾ ഇരുന്നു. വരുന്നവരെ കയറ്റി വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നീട് പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, ക്യാമറയും കൊണ്ട് വന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കണം, ഞങ്ങളിപ്പോൾ ഫോട്ടോ എടുക്കും, നിങ്ങൾ ഇറങ്ങി, ആരും ഇതിനകത്ത് ഇരിക്കാൻ പാടില്ല. അപ്പം നമുക്ക് തന്ന ഓർഡർ കാണിച്ച് ആ സാധനമൊന്നും ഇവിടെ എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഗേറ്റിന്റെ വെളിയിൽ നിന്നോണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വെളിയിൽ ഇറക്കി. അപ്പം നമ്മൾ തിരിച്ചു പോയിട്ട് സാറിനെ റിപ്പോർട്ട് ചെയ്തപ്പോൾ സാറ് പറഞ്ഞു, നമുക്ക് തന്ന ഡ്യൂട്ടി കളക്ടറിന്റെ ഓർഡറാണ്, നിങ്ങൾ 6 മണി വരെ അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ തിരിച്ച് വീണ്ടും വന്നപ്പോൾ വീണ്ടും ഇത് തന്നെയാണ് പറയണത്. ഇപ്പതാ ഈ ഗേറ്റിന്റെ അടുത്ത് നിൽപ്പുണ്ട്. ഭിന്നശേഷിക്കാരെ ഒന്നും സഹായിക്കാൻ സമ്മതിച്ചില്ല. ഇല്ല സമ്മതിച്ചില്ല. ഞങ്ങളെ കൊണ്ട് നടക്കാൻ അവർ സമ്മതിക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ അവര് വരുന്ന, അവര് തനിയെ പോകുന്ന, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് പിടിച്ചോണ്ട് പോകുന്നു. സൂപ്പർവൈസർ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അറിയിച്ചപ്പോൾ അവരെ ഭാഗത്തുള്ള അവര് പറഞ്ഞതാണ്, ഇത് കളക്ടറിന്റെ ഓർഡറാണ്, നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല, നമ്മൾ ആ ജോലി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓർഡർ പോലീസിന് കാണിച്ചില്ല. കാണിച്ച് അവരത് നോക്കാൻ പോലും തയ്യാറായില്ല. എല്ലാവരും, അതായത് മറ്റു ബൂത്തുകളിൽ ഈ പ്രശ്നം തന്നെ, എല്ലാ ബൂത്തിലും ഈ പ്രശ്നമുണ്ട്. കൊച്ചുവേളി, കണ്ണാന്തര, എല്ലാത്തിലും പരാതി കൊടുത്തു. ആർക്ക് പരാതി കൊടുക്കാൻ? നമ്മുടെ മേലധികാരിയൊക്കെ കൊടുത്തു. ഇനി അവരല്ലേ അത് നടപടി എടുക്കേണ്ട. അത് വിഷമമുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടുള്ള ഭക്ഷണം കിട്ടാതെ കിട്ടിയിട്ടില്ല ഇതുവരെ. സഹായം തരുന്നില്ല. റിട്ടേണിംഗ് ഓഫീസർ നമ്മളെ പ്രൊസീഡിയർ ഓഫീസറിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അയാൾക്ക് ഇത് അറിയില്ല. പിന്നെ നമ്മൾ വ്യക്തമാക്കി കൊടുത്തപ്പോൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാണ് അവിടെ ഇരുത്തിയത്. പക്ഷേ പോലീസുകാർ വന്ന് നമ്മളെ വെളിയിലാക്കി. പത്രത്തിലാണ് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട, കളക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം നിയോഗിക്കപ്പെട്ട ആശാവർക്കം ഈ അംഗനവാടി ജീവനക്കാരെയാണ് ഇപ്പോൾ പോലീസിന്റെ നിർദ്ദേശപ്രകാരം പുറത്തേക്ക് ഇരുത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മാനുഷിക പരിഗണന പോലും ലഭിക്കാത്ത രീതിയിൽ ഇപ്പോൾ സെക്യൂരിറ്റി നൽകിയ ഒരു കസേരയിലാണ് അവരിപ്പോൾ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചുവേളി ഭാഗത്തെ ബൂത്തിലാണുള്ളത്. അവിടെയാണ് ഈ ഒരു വെട്ടുകാട് ഭാഗത്തെ ബൂത്തിലാണുള്ളത്. അവിടെ ഉള്ള ഭാഗത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിവേചന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇവർ നേരിടുന്നത്. അതിൽ കളക്ടർ അടക്കമുള്ള ഉന്നത അധികാരികൾ ഇടപെടണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.